ശ്രീ പാലോട് സന്തോഷ്, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇഡിയുടെ അറസ്റ്റ് നിയമവിധേയമല്ല എന്ന് കണ്ടാണ് കെജ്രിവാളിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. അതായത് മോദി സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഉയരുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണോ കോടതിയുടെ ഈ വിധി? അജിത് ഷാ, നമ്മളിവിടെ നോക്കിക്കാണേണ്ടത് ഇത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞതും ഇടക്കാല ജാമ്യം അനുവദിച്ചതും അറസ്റ്റ് ചെയ്തതൊന്നും ബി.ജെ.പിയുടെ ഓൾ ഇന്ത്യ കമ്മിറ്റിയോ അല്ലെങ്കിൽ NDAയുടെ കമ്മിറ്റികളൊന്നും അല്ല. ഇത് അന്വേഷിക്കുന്നത് ED ആണ്, DYFI അല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്, അല്ലെ DYFI അല്ല. സ്വാഭാവികമായും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അഴിമതി നടത്തിയാൽ അത് ബന്ധപ്പെട്ട് അവർ കുറ്റക്കാരാണെന്ന് കണ്ടാൽ സ്വാഭാവികമായും ജയിലിൽ അടയ്ക്കുന്നത് സ്വാഭാവികമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ TN ശേഷൻ എന്നൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെയാണ് ഇന്ത്യയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ അഴിമതിയുടെയും അക്രമത്തിനും അതുപോലെ തന്നെ വിഘടനവാദത്തിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ശക്തികളെ കണ്ടുപിടിക്കുന്നതിനും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും അവരെ ജയിലിലടക്കുകയൊക്കെ ചെയ്യുന്നത്. ത്യാഗോജ്ജലമായ പോരാട്ടമാണോ കെജ്രിവാൾ ചെയ്തത്? അഴിമതിക്കെതിരെ അഴിമതി വിരുദ്ധ സമീപനമായിരുന്നല്ലോ. അറിയാലോ അജിത് ഷാ, എന്തെല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ചവരായിരുന്നു ഒരു സമയത്ത് ഞാനുമൊക്കെ. ആ അഴിമതി വിരുദ്ധതയാണോ അതേ അഴിമതി അനുകൂലമാണോ? ഇപ്പോൾ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല, ഒരു കുറ്റവാളി രക്ഷപ്പെടാനും പാടില്ല എന്ന ഒരു സിദ്ധാന്തമാണല്ലോ നമ്മളെല്ലാം ഉയർത്തുന്നത്. ഇവിടെ പരിശോധിക്കുക, ഇന്നലെ ഒരു വിധി വന്നല്ലോ നമ്പിനാരായണൻ്റെ. അജിത് ഷാൻ അതും അറിയാലോ കാര്യങ്ങൾ, എത്ര വർഷം നീണ്ട പോരാട്ടമാണെന്ന്. ഇപ്പം നമ്മൾ നോക്കിക്കാണേണ്ട എന്താണ്? കെജ്രിവാളിനെതിരെ ഉണ്ടായ ആരോപണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ അതിൽ വ്യക്തമായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടു. പിന്നെ അതിന് പൂർണ്ണമായും തെറ്റുകാരനാണ് അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടതാണ്, അത് കോടതിയാണ്. ഇപ്പം മൂന്നംഗ ബെഞ്ചിന് വിട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി പരിശോധിക്കട്ടെ. അതായത് ശ്രീ പാലോട് സന്തോഷ്, ലോകത്തെവിടെയും അന്വേഷിക്കാൻ ഏജൻസികൾ തന്നെയാണുള്ളത്. DYFIയും ഇല്ല, ABVPയും ഇല്ല. പക്ഷേ ഈ കേന്ദ്ര സംവിധാനങ്ങളെ ഭരിക്കുന്നവർ നടത്തുന്ന പക്ഷപാതപരമായ ഇടപെടലുകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കൂട്ടിലിട്ട തത്തേന്ന് CBI പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നിങ്ങളുടെ പാർട്ടി അടക്കം അതിന് വലിയ ഘോഷം തീർത്തു. ഇവിടെ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 സെക്ഷൻ 19 പ്രകാരം, അതായത് എന്താണ്, ED to arrest persons based on the material in their possession, providing a reasonable basis to suspect that an individual has committed an offence punishable under law. അതായത് ഇവിടെയുള്ള ആരോപണം 100 കോടി രൂപ ചോദിച്ചു എന്നതിന് വ്യക്തമായ തെളിവുണ്ട് എന്നതാണ് EDയുടെ വാദം. മറിച്ച് ഈ പണം അയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് സെക്ഷൻ 19 പ്രകാരമുള്ള അറസ്റ്റ് സാധൂകരിക്കാനാകില്ല. ഇതാണ് കോടതി പറയുന്നത്. ഇതാണ് കോടതി പറഞ്ഞത്, EDയുടെ അറസ്റ്റ് നിയമവിധേയമല്ല. ഞാൻ അതിന് വ്യക്തമായ അതാണ് പോയത്. അറസ്റ്റ് ചെയ്തുകൊണ്ടല്ല. ഞാൻ പറയാം ഇത് 100 കോടി രൂപ കട്ടു. ആ 100 കോടി രൂപ കട്ട ആൾ കൊണ്ടൊന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെക്കുമോ അല്ലെങ്കിൽ ബന്ധസ്ഥലത്ത് വെക്കുമോ? ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? കട്ട പൈസ നേരെ എവിടെയാണ് അത് പ്രൊട്ടക്ഷൻ കിട്ടുക, സംരക്ഷണം കിട്ടുക, അവിടത്തേക്ക് മാറ്റി. അല്ല, ഞാൻ കണ്ടെടുക്കുമല്ലോ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ UPA ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ 10 വർഷം ഭരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. എത്രമാത്രം ആരോപണം ഉണ്ടായി? എന്തുകൊണ്ട് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയിൽ അന്ന് സജീവമായി ഇത് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? നടപടി എടുത്തിട്ടുണ്ടോ? പക്ഷേ കൊടകരയിൽ അജിത് ഷാ, ഞാൻ പറഞ്ഞു തരട്ടെ. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആരോപണം വന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആരോപണങ്ങൾ, 100 കോടിയും 50 കോടിയും 1 കോടിയും ഒക്കെ ഉള്ള ആരോപണങ്ങളുണ്ട്. അത് പലതും നമുക്ക് അപ്പം തന്നെ പൈസ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നമുക്കറിയാം കേരളത്തിൽ തന്നെ എത്ര കോടി രൂപ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ പൈസയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ തന്നെ എവിടെയെല്ലാം അങ്ങനെ ആരോപണങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു വിഷയത്തിൽ
ഇവിടെ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സാധാരണഗതിയിൽ അഴിമതിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം പരിശോധനകൾ നടത്താം. ഇഡിയിലേക്ക് പോവുകയും കള്ളപ്പണം വെളുപ്പിക്കൽ PML ആക്ട് വഴി പോവുകയും ചെയ്തതിലെ ദുരുദ്ദേശം